ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നൊരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ടാക്കുന്നത്. പക്ഷേ ഇത് രാവിലത്തെ ചെറിയ ചെറിയ ക്ലിപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കിട്ടുന്നത് വൈകുന്നേരം ആയതുകൊണ്ടാണ് വൈകുന്നേരത്തെ എടുത്തത്. രാവിലെ ട്യൂഷന് പോകുന്നതിൻ്റെ മുന്നേ രാവിലെ നീച്ചപ്പോഴുള്ളൊരു ചെറിയ ചെറിയ ക്ലിപ്സ്, വീഡിയോ ക്ലിപ്സാണ് ഇതൊക്കെ. രാവിലെ തന്നെ നീച്ചിട്ട് സ്കൈയൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ചെറിയൊരു എന്താ പറയുക, ഓവർ സൺലൈറ്റൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നുള്ളതൊക്കെ വൈകുന്നേരത്തെ ക്ലിപ്സ് ആട്ടോ. നമ്മളിങ്ങനെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് കിച്ചണിലൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടാണ് വരൽ. ഞങ്ങൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോയി സാധനം മേടിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ചില സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് ഞാൻ എൻ്റെ അനിയനെ പറഞ്ഞയച്ചിട്ടുണ്ട് മേടിക്കാൻ. ആ നേരം നമ്മളൊരു കുക്കുംബറൊക്കെ അരിഞ്ഞ് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഓട്സൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കവറിലായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് കുക്കുംബർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ചായ അടിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഭയങ്കര മഴക്കാറുണ്ടായിരുന്നു. നോക്കുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൈ പോയൊക്കെ പണി. അപ്പോൾ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആരും കഴിക്കാനെത്തിയിട്ടില്ല. അതാണ് ആ പ്ലേറ്റ് കാര്യമാവത് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതാ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്കിന് സ്കൈ നന്നായിട്ട് ഇരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു, മഴ പെയ്യുന്ന ഉറപ്പായി. പിന്നെ ഇതാ മാങ്ങ ജ്യൂസൊക്കെ ഉണ്ടാകുന്ന ചായ അടിക്കുന്ന നേരത്തെ ടി വി കാണാൻ വേണ്ടിയിട്ട് ടി വി ഓൺ ആക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ സാധനം മേടിക്കാൻ പോയ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. ചില സാധനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. യോഗേർട്ടൊന്നും ഞാൻ മേടിച്ചപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാൻ ബനാനയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. യോഗട്ടും ബനാനയും മേടിക്കാനാണ് ഓനെ ഞാൻ പറഞ്ഞയച്ചത്. അതിന് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു. അതിനുശേഷം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സിനിമ കണ്ടിരിക്കാൻ വിചാരിച്ചു. നാളെ എക്സാം ഉണ്ട്. നാലും സിനിമ കണ്ടിരിക്കുന്നതിന് കുറവില്ലാത്തതുകൊണ്ട് ചായ അടിക്കുന്ന ടൈമിലാണ് കാണാം. അതുകൊണ്ട് കുറച്ച് നേരം സിനിമ കണ്ടിരുന്നു. പിന്നെ അത് നല്ല കാറ്റും മഴയെന്ന്. അപ്പം ഞാൻ വേഗം പുറത്ത് നിന്നിട്ട് കുറച്ച് ക്ലിപ്സ് എടുത്തതാണ്. നല്ല മഴയുണ്ടെന്നുണ്ടെങ്കിലും ക്ലിപ്സ് എടുക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ നൈറ്റ് ഞാൻ ദോശയാണ് കഴിച്ചത്. അനി ഉണ്ടാക്കിയ ദോശ ആയതുകൊണ്ട് ഭയങ്കര കട്ടിയെന്ന്. അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം കൂടി ഞാൻ മുഴുവൻ തിന്നിട്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ വന്നത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നു. ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ അപ്രിസിയേഷൻ, പിന്നെന്താ അങ്ങനെ എന്തൊക്കെ തോന്നെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂൾ തുറക്കാനും കൂടെ ആയല്ലോ. വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാനുള്ള ടൈം ആയല്ലോ. അതുകൊണ്ട് ട്യൂഷനിലൊക്കെ എക്സാം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 1 വീക്ക് മുഴുവൻ എക്സാം ആയിരിക്കും. ഈ വീഡിയോ ഞാൻ എടുത്തത് സൺഡേ ആണ്. പക്ഷെ ഞാൻ എപ്പോഴത് പോസ്റ്റ് ചെയ്യാന്നല്ല, വോയിസ് ഓവർ കൊടുക്കുന്നത് ട്യൂസ്ഡേ. മടിയാണ് ഗൈസ്, മടി മാത്രമല്ല, എനിക്ക് ടൈം കിട്ടണില്ല, ഫോൺ വരെയൊക്കെ കിട്ടണില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഞാനിതാ പഠിച്ചാണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് നോക്കും, കുറച്ച് നേരം നോട്ട് നോക്കും, അങ്ങനെ എഴുതിയതൊക്കെ വായിച്ച് നോക്കും. അങ്ങനെ ചിലതൊക്കെ ഫോർമാറ്റൊക്കെ നോക്കി ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയത് ഒരു ട്രൈപോഡാണ്. ഈ ട്രൈപോഡാണ് കേട്ടോ. അത് ഞാനിപ്പോൾ മേടിച്ചതാണ്. അതായത് ഈ വീഡിയോ മുഴുവൻ ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാണ് പലതും എടുത്തിട്ടുള്ളത്. ഈ ക്ലിപ്പ് ഒഴികെ കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ മീഷോന്ന് മേടിച്ചതിന് ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അടിപൊളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചു വരാണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ കയറി വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു ചവിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിച്ചു വരിക കഴിഞ്ഞ് പിന്നെ 10th ആണ്. അതുകൊണ്ട് അമ്മ ഓവർ പണിയെടുക്കാനും വിളിക്കാറില്ല. എന്നിട്ട് ചെറിയ ചെറിയ പണികളെ ഉണ്ടായിരുന്നുള്ളൂ, അടിച്ചു വരാനോ അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് നാളത്തേക്ക് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. സാധാരണ ഞാൻ ഈ പാല് കുടിക്കാത്ത ആളാണ്. എനിക്ക് ഈ പാലിൻ്റെ ചോയ തീരെ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ. പക്ഷെ ഞാൻ ഇത് കണ്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള തോരകൊണ്ടാണ് ഞാൻ മേടിച്ചത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നാളെ രാവിലെ ഒരു രീതിക്ക് ഇങ്ങനെ പൈസ പോകുമെന്നും അറിയില്ല, മേടിച്ചിട്ട് വെറുതെ. കാരണം എൻ്റെ അനിയനും പാലങ്ങനെ കുടിക്കാത്ത ആളാണ്. പിന്നെ അമ്മയും പാൽ കുടിക്കില്ല. ഞങ്ങൾ 3 ആളും കുടിക്കില്ല പാല്. പക്ഷേ പാല് ചായ ഉണ്ടാക്കി കുടിക്കും, അതല്ലാണ്ട് ഞങ്ങൾ കുടിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ
ഒരു രീതിക്ക് ഈ യോഗട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് തിന്നണത്, കാരണം എനിക്കിതും ഇഷ്ടമല്ല. ഇതിനെന്തൊരു പുളിച്ചോയ പോലെ വരുന്നുണ്ട്, എനിക്കതും ഇഷ്ടമല്ല. എന്നാലും എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. എല്ലാ സാധനവും ഇതിനു വേണ്ടി ഞാൻ മേടിച്ച കേട്ടോ. അതിൻ്റെ പൈസ ഞാൻ മുടക്കിയിട്ട്. അമ്മയുടെ പൈസ പോകുകയാണെങ്കിൽ സങ്കടം ഉണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ പൈസ അല്ലേ ഒരു സങ്കടം. പിന്നെ എനിക്ക് തിന്നാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല. ഓട്സ് പിന്നെയും പല രീതിക്ക് ഉണ്ടാക്കി കഴിക്കാം, അതുകൊണ്ട് പിന്നെ ഓട്സ് എന്തായാലും വേസ്റ്റ് ആവില്ല. അങ്ങനെ ഞാൻ അതാ ഏകദേശം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ മാംഗോ അതേപോലെ തന്നെ ബനാന കേട്ടോ ഞാൻ ഇടുന്നത്. മാങ്ങ പിന്നെ സ്ഥിരം വീട്ടിലുണ്ട്, ചടച്ച് ഞാൻ തിന്നിട്ട് അത്രയും മാങ്ങുണ്ട് ഇവിടെ. 5-6 മാങ്ങ മരം ഉള്ളതുകൊണ്ട് തന്നെ, അല്ല മാവുള്ളതുകൊണ്ട് തന്നെ തിന്ന് മടുത്തിക്ക്. പിന്നെ അതിൻ്റെ കൂടെ ഒരു രസത്തിന് വേണ്ടി ഇട്ടതാണ്, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ഓവർനൈറ്റ് ഓട്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നത്തെ ഇത് ഞാൻ എപ്പോഴത്തെ ക്ലിപ്പാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് രാവിലെ 6 മണി ആ ടൈമിലെടുത്ത ക്ലിപ്പാണെന്ന് തോന്നുന്നു. അതിൽ പിറ്റേ ദിവസം ഞാൻ ട്യൂഷന് പോകാൻ വേണ്ടി നീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീച്ചതിൻ്റെ നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതാ നന്നായിട്ട് ഇതുണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുന്ന സംഭവമാണ് സ്കൈ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്ന സംഭവം സ്കൈയാണ്. പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി വന്ന് ഞാനിതാ ഓട്സായിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ ടേബിളിലെല്ലാം വെള്ളമാവാൻ ചാൻസ്, അതുകൊണ്ട് അടിയിൽ പേപ്പർ വെച്ചതാണ്. വന്നിട്ട് തിന്നാൻ നോക്കുമ്പോൾ ഉണ്ടടാ ഫ്രീസായിരിക്കുന്നു. നോക്കുക കഴിച്ച് ഇതെന്തത് എന്നുള്ള രീതിക്കാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചൊക്കെ ഇട്ട് നോക്കുകയാണത്. പക്ഷെ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് ഞാനതവിടെ കുറച്ച് നേരം വെച്ച് അതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. അക്രാന്തം എന്താ ചെയ്യാതെ ഉണ്ടാക്കുന്നില്ല, ടേസ്റ്റ് ഉണ്ടോ പറയണ്ടേ. ഞാൻ അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ ട്യൂഷന് പോയി. പിന്നെ അത് വൈകുന്നേരത്തെ ക്ലിപ്പാണ്. ഞങ്ങളൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ ചെരുപ്പ് കയറും. അങ്ങനെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൂടെ പോയതായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.